ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതിന് പിന്നാലെ ബുധനാഴ്ച സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി വീണ്ടും യോഗം ചേർന്നത് നൽകുന്നത് അതിവേഗ നീക്കങ്ങൾക്കായുള്ള സൂചന തന്നെയാണ്. സാമ്പത്തിക കാര്യങ്ങൾക്കും രാഷ്ട്രീയ കാര്യങ്ങൾക്കുമായുള്ള മന്ത്രിസഭാ സമിതിയും യോഗം ചേർന്നിരുന്നു. പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയ ഭീകരരെ ജീവനോടെ പിടികൂടാനാണ് സൈന്യത്തിന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിനും പാക് പങ്ക് തെളിയിക്കുന്നതിനുമാണ് ഭീകരവാദികളെ ജീവനോടെ പിടിക്കണമെന്ന് കർശന നിർദ്ദേശം സർക്കാർ സൈന്യത്തിന് നൽകിയിട്ടുള്ളത്. പ്രാദേശിക തലത്തിൽ ഭീകരർക്ക് പിന്തുണ നൽകിയവരെ ഇല്ലാതാക്കാനുള്ള നിർദ്ദേശവുമുണ്ട്. എത്ര ഭീകരരാണ് ആക്രമണം നടത്തിയതെന്ന കാര്യത്തിൽ സുരക്ഷാ ഏജൻസികൾ ആശയക്കുഴപ്പത്തിലാണ്. ഇതിൽ ഉടൻ വ്യക്തത വരുത്തും. അതിനാകും മുൻഗണന. NIA സംഘം ബുധനാഴ്ച ബൈസറിലെത്തി. ഫോറൻസിക് വിദഗ്ധരും ഒപ്പമുണ്ടായിരുന്നു. തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി ആക്രമണ രംഗങ്ങൾ പുനഃസൃഷ്ടിക്കുകയും കാശ്മീരിൽ മറ്റൊരു ആക്രമണത്തിനു കൂടി ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് തയ്യാറെടുക്കുന്നതായി ഇന്റലിജൻസ് ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയതായും ആക്രമണ സാധ്യതയ്ക്കുള്ള മേഖലകളിൽ സുരക്ഷ ശക്തിപ്പെടുത്തുവാനും സർക്കാർ സേനാംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.